ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്, അതിലെ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്, അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 13-14 വാക്യങ്ങളാണിവ. ഈ വചനഭാഗത്തെക്കുറിച്ച് നമുക്കൊരു വിചിന്തനം നടത്താം. ഇപ്പോൾ നമ്മൾ നോമ്പുകാലത്തിൻ്റെ 6-ാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. പരിഹാരത്തിനും പ്രായശ്ചിത്തത്തിനുമായി സഭ ഒരുക്കിയിരിക്കുന്ന വലിയൊരു അവസരമാണല്ലോ നോമ്പുകാലം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ നാം കാണുന്നത് ഇടുങ്ങിയ വാതിലും വിശാലമായ വഴിയും. നമ്മുടെ മുമ്പിൽ 2 ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, വിനാശത്തിലേക്ക് നയിക്കുന്ന വിസ്തൃത വഴിയും 2, ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിലും. ജീവനിലേക്ക് നയിക്കുന്ന ഇടുങ്ങിയ വാതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള വഴിയെക്കുറിച്ചാണ്. ഇതിൽ ഏത് വേണമെന്ന് നമുക്ക് തീരുമാനിക്കാം. നമുക്ക് മുമ്പേ സഞ്ചരിച്ച വിശുദ്ധാത്മാക്കളെല്ലാം കഥനത്തിൻ്റെ ഇരുളടഞ്ഞതും ഇടുങ്ങിയതുമായ പാതയിലൂടെ കടന്നുപോയവരും സഹനത്തിൻ്റെ കൈപ്പേറിയ കാസ മട്ടുവരെ കുടിച്ചു തീർത്തവരുമാണ്. യേശുവിനോടുകൂടി സഹിച്ച് മുന്നേറിയ അവർക്ക് സഹനത്തിൻ്റെ മഹത്വവും മാധുര്യവും കണ്ടെത്തുവാൻ കഴിഞ്ഞു. ഞാനാണ് വഴിയും സത്യവും ജീവനും എന്ന് അവിടുന്ന് സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട്. എന്നിലൂടെയല്ലാതെ ആരും പിതാവിൽ എത്തിച്ചേരുന്നില്ല. അവിടുന്ന് വെട്ടിത്തെളിച്ച വഴി സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സ്വയം ശൂന്യമാക്കലിൻ്റേതുമാണ്. ജീവനിലേക്കുള്ള വഴി ഇടുങ്ങിയതാണെന്ന് അവിടുന്ന് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട്. സഹനത്തിലൂടെ മരണത്തിലൂടെ മനുഷ്യമക്കളോടുള്ള സ്നേഹം പ്രകാശിപ്പിച്ച യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി സഹിക്കാനും മറക്കാനും നാം തയ്യാറാകണം. ലോകം യേശുവിനെ ദ്വേഷിക്കുകയും പീഡിപ്പിക്കുകയും കുരിശിലേറ്റുകയും ചെയ്തതെങ്കിൽ ശിഷ്യനും അതൊക്കെയായിരിക്കും ലഭിക്കുക. സഹനം എൻ്റെ അവകാശമാണെന്നും കുരിശിൻ്റെ പാതയിലൂടെ മാത്രമേ ക്രൂശിതനെ അനുഗമിക്കുവാൻ സാധിക്കുകയുള്ളൂവെന്നും സഹനം മഹത്വത്തിലെത്തിക്കുന്നതാണെന്നും എനിക്കറിയാമെങ്കിലും ആ അറിവ് അനുഭവമായിട്ടില്ല. നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ പലതും സഹിക്കുന്നുണ്ടെങ്കിലും അത് രക്ഷാകരമോ ആനന്ദദായകമോ ആകുന്നില്ല. ചിലപ്പോൾ എൻ്റെ സഹനങ്ങൾ മറ്റുള്ളവർക്ക് അതിലേറെ സഹനങ്ങൾ സൃഷ്ടിക്കുവാൻ ഞാൻ ഇടയാക്കുന്നില്ലേ? ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു രോഗം വരുന്നു, ഞാൻ സഹിക്കുന്നുണ്ട്. എന്നാൽ ഞാൻ രോഗത്തിൻ്റെ പേരിൽ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കുന്നെങ്കിൽ അവർക്ക് ഞാൻ സഹനം നൽകുകയല്ലേ ചെയ്യുന്നത്? കുരിശിൽ മറഞ്ഞിരിക്കുന്ന ക്രൂശിതനെ കണ്ടെത്താൻ പരാജയങ്ങൾ, രോഗങ്ങൾ, വേദനകൾ, വേർപാടുകൾ, തിരസ്കരണങ്ങൾ, തെറ്റിദ്ധാരണകൾ, അവഗണനകൾ എന്നിവയൊക്കെ യേശുവിൻ്റെ സ്നേഹസമ്മാനമായി സ്വാഗതം ചെയ്യാൻ എനിക്കാകുമ്പോൾ ഞാനാകുന്ന മനുഷ്യാത്മാവിൻ്റെ ഭാരം കുറഞ്ഞ് ഇടുങ്ങിയ വാതിലൂടെ ജീവനിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകും. ഓരോ ദിവസവും ലഭിക്കുന്ന ചെറുതും വലുതുമായ സഹന അവസരങ്ങളെ എങ്ങനെ പ്രയോജനപ്പെടുത്തിയെന്ന് അനുദിനം ആത്മശോധന ചെയ്യുകയും കുറവുകൾ പരിഹരിക്കുകയും ചെയ്യുക. സഹിക്കുന്ന സഹോദരങ്ങളോട് സഹാനുഭൂതിയും സ്നേഹവും പ്രകടിപ്പിക്കുക. അങ്ങനെ എൻ്റെ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടണം. ഈ നോമ്പുകാലം പുണ്യങ്ങളാൽ നിറയുവാനും കൂടുതൽ വിശുദ്ധിയിലേക്ക് വളർന്ന് ഭാരം കുറഞ്ഞവരായിത്തീർന്ന് ഇടുങ്ങിയ വാതിലിലൂടെ നമുക്ക് ജീവനിലേക്ക് പ്രവേശിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.